പുരസ്കാര വിവാദത്തിൽ പ്രതികരിച്ച ചലച്ചിത്ര താരം ആസിഫ് അലി സംഭവത്തിൽ തനിക്ക് വിഷമമോ പരിഭവമോ ഇല്ല. ഫോണിലൂടെ രമേശ് നാരായണനുമായി സംസാരിച്ചിരുന്നു. രമേശ് നാരായണനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ ഹേറ്റ് ക്യാമ്പയിൻ നടക്കുന്നു. പെട്ടെന്നുണ്ടായ പ്രതികരണമാണ് വിവാദങ്ങൾക്ക് വഴിവെച്ചത്. തനിക്ക് അത് അപമാനമായി തോന്നിയിട്ടില്ലെന്നും ആസിഫ് അലി പറഞ്ഞു. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് കെബിൻ കെന്നഡി ചേരുന്നുണ്ട്. കെബിൻ, വളരെ പക്വമായ ഒരു പ്രതികരണമാണ് ഇന്നും ആസിഫിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. ഇന്നലെ ഉണ്ടായ പ്രതികരണവും വളരെ പ്രശംസനാർഹമായ ഒരു കാര്യം തന്നെയായിരുന്നു. ഇന്ന് താരം സംസാരിച്ചതിന്റെ എന്തൊക്കെ പ്രതികരണങ്ങളുടെ വിശദാംശങ്ങളാണ് നൽകാൻ കഴിയുക? സംഗീത ഇന്ന് സെൻറ് ആൽബർട്ടസ് കോളേജിൽ തൻ്റെ പുതിയ പടത്തിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായി കുട്ടികളുമായി പ്രൊമോഷൻ വർക്കിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുകയാണ്. അതിനുശേഷമാണ് സെൻറ് ആൽബർട്ട് കോളേജിൻ്റെ ഹാളിൽ മാധ്യമങ്ങളെ കാണുകയായിരുന്നു ആസിഫ് അലി. ഈ പുരസ്കാരദാന ചടങ്ങുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ രമേശ് നാരായണനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന ഹേറ്റ് ക്യാമ്പയിനുകൾ പാടില്ല, അത്തരം ക്യാമ്പയിനുകൾ തന്നെ സപ്പോർട്ട് ചെയ്യാനായി അത്തരം ക്യാമ്പയിനുകൾ സമൂഹ മാധ്യമങ്ങളിൽ നടത്തുന്നത് നല്ലതിനല്ല, അത് മതപരമായ രീതിയിൽ വരെ ഇത്തരം ക്യാമ്പയിനുകൾ മുന്നോട്ട് പോയിട്ടുണ്ട്, അത് തനിക്ക് വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. അതേസമയം ഈ കോളേജിലെത്തിയ സമയത്ത് തന്നെ ആസിഫ് അലി വിദ്യാർത്ഥികൾക്ക് നന്ദി പറഞ്ഞത് എന്തെന്നാൽ ഈ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ വി ആർ വിത്ത് യു ആസിഫ് എന്ന പ്ലക്കാർഡുകളുമായാണ് ആസിഫിനെ വരവേറ്റത്. അത്തരം സാഹചര്യത്തിൽ തനിക്കൊരു വിഷമം ഉണ്ടായി എന്ന് കരുതിയാണ് പലരും തന്നെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ടെത്തിയെന്ന സാഹചര്യത്തിലാണ് നന്ദി പറഞ്ഞതെന്നൊരു വിശദീകരണം നൽകിയാണ്. തൻ്റെ തന്നെ സിനിമയിലായ ഒരു ഡയലോഗ് കൂടിയാണ് ഈ പ്രശ്നത്തെ ആസിഫ് അലി നേരിട്ട് എതിരെ നിൽക്കുന്നവൻ്റെ നെഞ്ചൊന്ന് അറിയാൻ കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകുമെന്നൊരു ഡയലോഗും കൂടി ഈ പത്രസമ്മേളനത്തിൽ അദ്ദേഹം കൂട്ടിച്ചേർത്തു. മറ്റൊരു കാര്യം ഇദ്ദേഹം പറയുന്നത്, അതായത് ഈ അമ്മ സംഘടന ഉൾപ്പെടെ ഇദ്ദേഹത്തിന് പിന്തുണയുമായി എത്തിയിട്ടുണ്ട്. ഇന്നലെ സിദ്ദിഖ് ഉൾപ്പെടെയുള്ളവർ സമൂഹ മാധ്യമങ്ങളിൽ ആസിഫ് അലിക്ക് പിന്തുണ നൽകിയിരുന്നു. മറ്റൊരു കാര്യം, ഈ ഫെഫ്ക ഉൾപ്പെടെയുള്ളവർ നിലവിൽ അന്വേഷണം ഉൾപ്പെടെയുള്ള ഈ സംഭവത്തിൽ അന്വേഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു. അത്തരം സാഹചര്യത്തിൽ അത്തരം നടപടികളിലേക്ക് കടക്കുകയില്ല. തന്നെ വേദനിപ്പിക്കുന്നതിന് വേണ്ടി മറ്റുള്ളവരെ ഹേറ്റ് ചെയ്യുന്ന ഹേറ്റ് ക്യാമ്പയിനുമായി മുന്നോട്ട് പോകുന്നത് നല്ലതിനല്ല. എന്തായാലും പിന്തുണച്ചവർക്ക് എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ടാണ് ആസിഫ് അലി പത്രസമ്മേളനം നടത്തിയിരിക്കുന്നത്. എന്തായാലും ഈ പുരസ്കാരദാന പ്രശ്നത്തിൽ പക്വമായ രീതിയിലുള്ള ഒരു ഇടപെടൽ തന്നെയാണ് ആസിഫ് അലി നിലവിൽ നടത്തിയിരിക്കുന്നത്. അതായത് സംഗീത സംവിധായകൻ ഇന്ന് രാവിലെ ആസിഫ് അലിയെ ഫോണിൽ വിളിക്കുകയും വളരെയധികം തൊണ്ടയിടറിയാണ് തന്നോട് സംസാരിച്ചതെന്നും അദ്ദേഹത്തിൻ്റെ വിഷമത്തിൽ താനും ദുഃഖിക്കുമെന്നും ആ വിഷയത്തിൽ അതായത് പുരസ്കാരദാന ചടങ്ങുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തനിക്ക് പരിഭവമോ അപമാനമോ ഏറ്റിട്ടില്ല, അത്തരം വാർത്തകളിൽ കടമ്പില്ല എന്നാണ് ആസിഫ് അലി ഈ അവസരത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. സംഗീത. ശരി, കെബിൻ കെന്നഡിയാണ് വിശദാംശങ്ങൾ നൽകിയത്.